നമസ്കാരം. സുഗതനാചാരി ഭരണം താഴെയിട്ട് ഭരണം പിടിക്കാൻ കോൺഗ്രസും CPM-ഉം ഒന്നിക്കുമോ? മേയർ വി രാജേഷിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കേന്ദ്ര BJP നേതൃത്വം ചുമ്മാതിരിക്കുമോ? എന്തിനാണ് ശബരിനാഥൻ ഇങ്ങനെ വിഡ്ഢിത്തരം കാണിച്ചു കൂട്ടുന്നത്? ഇതൊക്കെയാണ് തിരുവനന്തപുരം നഗരസഭയിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ. ഈ വികാസങ്ങൾ നമുക്ക് ഒന്ന് വിശദമായി പരിശോധിക്കാം. ഓരോ നിമിഷവും വാർത്ത ഡെവലപ്പ് ചെയ്ത് വരികയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനെ ചുറ്റിപ്പറ്റിയുള്ള വാർത്തകൾ. BJP അവിടെ ഭരണം പിടിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള സാഹചര്യം ഒരുങ്ങിയപ്പോൾ മുതൽ തന്നെ വലിയ തരത്തിലുള്ള വാർത്താ ശ്രദ്ധാകേന്ദ്രമായി മാറിയ തിരുവനന്തപുരം കോർപ്പറേഷൻ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്താ തലക്കെട്ടായി ഓരോ ദിവസം ദിനപത്രങ്ങളിലും സാറ്റലൈറ്റ് മീഡിയകളിലും നിറഞ്ഞു നിൽക്കുകയാണ്. ഈ നിൽക്കുന്ന സാഹചര്യത്തിൽ സുഗതനുമായി ബന്ധപ്പെട്ട സുഗതനെതിരെ കാപ്പ കേസ് എടുത്ത് സുഗതനെ വീട് വളഞ്ഞ് പോലീസ് ആകാശത്തേക്ക് വെടിവെച്ച് സുഗതനെ വലിയ ഭീകരവാദിയെ അറസ്റ്റ് ചെയ്യുന്നതിന് സമാനമായ രീതിയിൽ ഭാര്യയും കുടുംബത്തെയും എല്ലാം ആക്രമിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതിന് ശേഷം സുഗതൻ സ്ഥിരമായി അവിടെ കോർപ്പറേഷൻ യോഗത്തിന് വരാറില്ല എന്ന തരത്തിലേക്കുള്ള വലിയ ഒരു സ്ട്രാറ്റജി അവിടെ ഉണ്ടാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള ഒരു നരേഷൻ സൃഷ്ടിച്ചുകൊണ്ട് അവിടെ ഭരണസ്തംഭനം ഉണ്ടാകുന്നു എന്ന തരത്തിലേക്കുള്ള ഒരു നരേറ്റീവ് ഉണ്ടാക്കാനാണ് UDF-ഉം LDF-ഉം ഒരേപോലെ ശ്രമിക്കുന്നത്. ഏറ്റവും ഒടുവിലായി ഈ 29-ാം തീയതി എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് വിശദമായി പരിശോധിക്കാം. അവിടെ യൂസഫ് എന്ന് പറയുന്ന അവിടുത്തെ നഗരസഭ ജീവനക്കാരൻ, അദ്ദേഹം അവിടെ നഗരസഭയിലെ ഈ യോഗത്തിനെത്തുന്ന എല്ലാ ജനപ്രതിനിധികൾക്കും അവരുടെ മിനിറ്റ്സിൽ ഒപ്പിടുക എന്നുള്ളത് സാധാരണയായി നടക്കുന്ന ഒരു പ്രക്രിയ മാത്രമാണ്. അത്തരത്തിൽ ഈ യോഗം നടക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ മിനിറ്റ്സ് പാസ് ചെയ്ത് ഒപ്പിട്ട് പോകുന്നത്. ആ ഒപ്പിട്ട് തീരുക എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ യോഗത്തിന് ശേഷം ചില ആളുകൾ വന്ന് ഒപ്പിടാറുണ്ട്, അല്ലെങ്കിൽ യോഗത്തിൻ്റെ അജണ്ട എഴുതിയതിന് തൊട്ട് പിന്നാലെ തന്നെ ചില ആളുകൾ വന്ന് ഒപ്പിടാറുണ്ട്. അങ്ങനെയുള്ള സ്വാഭാവികമായി എല്ലാ പഞ്ചായത്തുകളിലും അല്ലെങ്കിൽ മറ്റ് എല്ലാ ജനാധിപത്യ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലുമൊക്കെ നടക്കുന്ന ഒരു സാധാരണ പ്രോസസ്സ് മാത്രമാണ്. പക്ഷേ ഇത്തരത്തിൽ യൂസഫ് ആളുകളെ കൊണ്ട്, അതായത് അവിടുത്തെ ജനപ്രതിനിധികളെ കൊണ്ട് ഒപ്പിടിക്കുന്ന ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഒപ്പിടിക്കുന്ന രീതി, ഒരു സിസ്റ്റം നിലനിൽക്കുന്ന ഇടയിൽ തന്നെ അത്തരത്തിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നതിന് ഇടയിൽ തന്നെ പെട്ടെന്ന് ഈ ശബരിനാഥൻ എന്ന് പറയുന്ന മുൻ MLA പെട്ടെന്ന് ഈ രജിസ്റ്റർ പിടിച്ചു വാങ്ങിയാണ്. രജിസ്റ്റർ പിടിച്ചു വാങ്ങി, നോക്കൂ, ഈ രജിസ്റ്ററിൽ ഒന്നുമില്ല, ആരെക്കൊണ്ടും ഒപ്പിടിച്ചിട്ടില്ല, ഇത് സുഗതനെ രക്ഷിക്കാനാണ്, ഇങ്ങനത്തെ കൗൺസിൽ യോഗം നടന്നിട്ടില്ല എന്ന രീതിയിലേക്ക്, അതായത് നിശ്ചിത കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ പറയുന്ന കൗൺസിലറുടെ അദ്ദേഹത്തിൻ്റെ അവകാശം റദ്ദാകുന്ന തരത്തിലേക്കുള്ള മുനിസിപ്പൽ ആക്ട് ഉണ്ട്. ആ മുനിസിപ്പാലിറ്റി ആക്ട് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാധ്യതയുണ്ട്. അങ്ങനെ പെട്ടെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ രജിസ്റ്റർ നാടകം ശബരിനാഥൻ നടത്തിയത്. പെട്ടെന്ന് യൂസഫിൻ്റെ കയ്യിൽ നിന്ന് ഇത് പിടിച്ചു വാങ്ങി ഇങ്ങനെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഘോരം വലിയ അഭിനയം നടത്തിയിരിക്കുന്നു. പട്ടി ഷോ നടത്തുന്നതിന് യൂസഫ് ഈ സാധനം, ഈ പറയുന്ന രജിസ്റ്റർ തിരിച്ചു വാങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നു. യൂസഫിന് കൊടുക്കുന്നില്ല. യൂസഫ് വെറും ഒരു ജീവനക്കാരൻ മാത്രമാണ്, അദ്ദേഹത്തിന് പിടിച്ചു വാങ്ങാൻ വേണ്ടി കഴിയുന്നില്ല. ആ ഘട്ടത്തിലേക്ക് ഈ തൊട്ടടുത്തുള്ള ആളുകൾക്ക് ഇത് ഒപ്പിടേണ്ടതുണ്ട്. അങ്ങനെ ചെമ്പഴന്തി ഉദയൻ എന്ന് പറയുന്ന BJPയുടെ തിപ്പൊരു നേതാവ്, തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാവ്, ആ രജിസ്റ്റർ വാങ്ങാൻ ശ്രമിക്കുന്ന സമയത്തൊക്കെ ഈ പറയുന്ന KSUക്കാരും യൂത്ത് കോൺഗ്രസ്സുകാരും സാധാരണ സമരം ചെയ്യുമ്പോൾ പോലീസ് പിടിച്ചു വെക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വന്ന് നുഴഞ്ഞു കയറുന്ന ചില വനിതാ കോൺഗ്രസ്സുകാരുണ്ട്, വനിതാ KSU പ്രവർത്തകരുണ്ട്, വനിതാ യൂത്ത് പ്രവർത്തകരുണ്ട്. അത്തരത്തിലുള്ള യൂത്ത് പ്രവർത്തകരുടെ അതേ നാടകം തന്നെ പെട്ടെന്ന് ചില വനിതാ കൗൺസിലർമാർ ഇതിൻ്റെ ഇടയിലൂടെ നുഴഞ്ഞു കയറി ഞങ്ങളെ അങ്ങ് ആക്രമിച്ചേ എന്ന രീതിയിലേക്ക് വരുത്തി തീർക്കാനും സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം അവിടെ ഉണ്ടായി എന്നതും, അല്ലെങ്കിൽ സ്ത്രീകളുടെ പണ്ട് നിയമസഭയിൽ നടത്തിയിട്ടുള്ള പോലെ തന്നെ സ്ത്രീകളെ ആക്രമിച്ചു, അവരുടെ വസ്ത്രം വലിച്ചു കയറി കടിച്ചു പിടിച്ചു എന്നൊക്കെ തരത്തിലുള്ള ആ ഒരു വലിയ നരേറ്റീവ് ഉണ്ടാക്കാനുള്ള ശ്രമം അവിടെ ഉണ്ടാക്കുകയാണ് ഉണ്ടായത്. ഇതിൻ്റെ ഇടയിൽ ഈ പറയുന്ന ഈ ചെമ്പഴന്തി ഉദയനെ അവിടെ നിൽക്കുന്ന ഈ പറയുന്ന ശബരിനാഥൻ്റെ തൊട്ട് പിന്നിൽ നിൽക്കുന്ന വനിതാ കൗൺസിലർ അവിടെ നിന്ന് ചൂടുവെള്ളം ഡെസ്കിലിരുന്ന് മേത്തേക്ക് എടുത്തൊഴിക്കുന്നു. ഈ പറയുന്ന ചെമ്പഴന്തി ഉദയൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന മറ്റേ ഒരു പ്രവർത്തകൻ ഈ പറയുന്ന ഡെസ്കിലിരിക്കുന്ന ചൂടുവെള്ളം തിരിച്ചു എടുത്ത് ഒഴിക്കുന്നു. അങ്ങനെ എൻ്റെ മേത്ത് ചൂടുവെള്ളം ഒഴിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് ചില വൈഷ്ണവ പോലെയുള്ള അവിടുത്തെ കൗൺസിലർമാർ കരയുകയും, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന വലിയ അതിക്രമത്തിൻ്റെ ഭാഗമാണ് ഇത് എന്നൊക്കെ തന്നെ വരുത്തി തീർക്കാനുള്ള വലിയ ശ്രമങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത്. പക്ഷേ എന്തായാലും ആ സംഭവങ്ങളെ
കാര്യങ്ങളെല്ലാം തന്നെ മാധ്യമങ്ങളിലൂടെ അവിടുത്തെ CCTV വിഷ്വൽസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൂടെ ജനങ്ങൾ സസൂക്ഷ്മം വീക്ഷിച്ചതാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇതിൽ യാതൊരു വിധത്തിലുള്ള ഒരു 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 സംശയവുമില്ല എന്ന തരത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ശബരിനാഥൻ്റെ പട്ടി ഷോ കൊണ്ട് മാത്രമാണ് ഈ പറയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ 29-ാം തീയതി ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയത് എന്നുള്ളത് കൃത്യമായി തന്നെ മനസ്സിലാക്കാം. അതിന് തൊട്ട് മുൻപത്തെ ദിവസം, അതായത് വെള്ളിയാഴ്ച അവിടെ എന്താണ് നടന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. മേയർ VV രാജേഷ് ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയർ ആശാനാഥ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട BJPയുടെ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പറയുന്ന നഗരസഭയ്ക്ക് ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ വലിയ തരത്തിലുള്ള LDFിൻ്റെ പ്രതിഷേധം നടക്കുകയാണ്. LDFിൻ്റെ പ്രതിഷേധം നടക്കുന്ന ഘട്ടത്തിൽ ആ മുൻവാതിലിലൂടെ കയറാതെ പിൻവാതിലിലൂടെ കയറിക്കൂടെ എന്ന് ചോദിച്ച മാധ്യമപ്രവർത്തകർക്ക് കൃത്യമായി അങ്ങനെ പിൻവാതിലിലൂടെ കയറാനല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്, മുൻവാതിലിലൂടെ തന്നെ കയറാനാണ് വന്നിരിക്കുന്നത് എന്നുള്ള മാസ മറുപടി കൊടുത്തുകൊണ്ട് VV രാജേഷും സംഘവും ഡെപ്യൂട്ടി മേയറും ഉൾപ്പെടെയുള്ളവർ മേയറുടെ മുറിയിലേക്ക് പോകുന്ന സമയത്ത് അവിടെ വനിതാ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവരെ നിർത്തിക്കൊണ്ട് പ്രതിരോധം തീർത്തുകൊണ്ട് മേയർക്ക് കടന്നു പോകാനോ ഓഫീസ് മുറിയിലേക്ക് കിടക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അവിടെ വലിയ പ്രതിരോധം തീർക്കുകയും അക്രമം ഉണ്ടാക്കുകയും ചെയ്യുന്ന നിലയാണ് ഉണ്ട്. അതിൽ മേയറുടെ കാലിന് പരിക്ക് പറ്റുകയും ആശാനാഥ് ഉൾപ്പെടെയുള്ളവർക്ക് തലയ്ക്ക് അടിയേക്കുകയും തുടർന്ന് വോമിറ്റിംഗ് ടെൻഡൻസി ഉൾപ്പെടെ അനുഭവപ്പെടുന്ന നിലയിലേക്കും കാര്യങ്ങൾ പോവുകയുണ്ടായി. എന്തായാലും അത്തരത്തിൽ കൗൺസിലർമാർക്ക് BJP കൗൺസിലർമാർക്ക് ഉൾപ്പെടെ പരിക്കേൽക്കുന്ന നില ഉണ്ടാകുകയും ചെയ്തു. ഈ സംഭവത്തെ എന്തായാലും BJPക്ക് കേരളത്തിൽ ആദ്യമായി ലഭിക്കുന്ന ഒരു കോർപ്പറേഷനാണ്. ആദ്യമായാണ് BJPക്ക് ഒരു മേയറെ ലഭിക്കുന്നത്. അത് വലിയ തരത്തിൽ തന്നെ ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. മോദിയും അമിത്ഷയും ഉൾപ്പെടെയുള്ളവർ ദേശീയ തലത്തിൽ ദേശീയ വേദികളിൽ ഉൾപ്പെടെ ഈ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അവർ സംസാരിച്ചിട്ടുള്ളതാണ്, അംഗീകരിച്ചിട്ടുള്ളതാണ്, ആശംസകൾ നേർന്നിട്ടുള്ളതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ. അതുകൊണ്ട് തന്നെ മേയർ VV രാജേഷിന് എതിരെ നടന്നിട്ടുള്ള ഈ ഒരു കടന്നാക്രമണം, ആ ആക്രമണത്തെ ചെറിയ നിലയിലല്ല BJPയുടെ കേന്ദ്ര നേതൃത്വം കണ്ടിട്ടുള്ളത്, അതോടൊപ്പം തന്നെ ആഭ്യന്തര മന്ത്രാലയം കണ്ടിട്ടുള്ളത്. നമ്മളൊക്കെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അവിടുത്തെ കോർപ്പറേഷൻ മേയർമാർക്ക് ഉണ്ടാകുന്ന Z കാറ്റഗറി അല്ലെങ്കിൽ Z+ കാറ്റഗറി അല്ലെങ്കിൽ Y കാറ്റഗറി, Y+ കാറ്റഗറി ഒക്കെ ഉണ്ടാകുന്ന സുരക്ഷാ സംവിധാനങ്ങളും സുരക്ഷാ സേനയെക്കുറിച്ചൊക്കെ നമ്മൾ സിനിമകളിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത്. അതിന് സമാനമായിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് തന്നെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അല്ലെങ്കിൽ കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയത്തിൻ്റെ ഭാഗമായി ലഭിക്കുന്ന വിവരങ്ങൾ, ചില സൂചനകൾ വരുന്നത്. അതായത് മേയർ VV രാജേഷിന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിവിധ ഇന്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഇനിയും മേയർ VV രാജേഷിന് നേരെ ഇത്തരത്തിലുള്ള അക്രമങ്ങൾ LDFിൻ്റെ ഭാഗത്തുനിന്നോ UDFിൻ്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഇവരെ രണ്ടുപേരുമല്ലാതെ മറ്റേതെങ്കിലും തരത്തിലുള്ള ഭാഗത്തു നിന്നോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ജനങ്ങൾക്കിടയിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, നേതാവ് എന്ന നിലയിൽ വളരെ ജനകീയനാണ്, സ്വീകാരനാണ് VV രാജേഷ്. അതുകൊണ്ട് തന്നെ BJPയുടെ ഇമേജ് തകർക്കുക, VV രാജേഷിനെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമിക്കുക എന്ന തരത്തിലുള്ള ഒരു സംഭവം നടക്കാൻ സാധ്യതയുണ്ട് എന്ന തരത്തിലുള്ള ഇന്റലിജൻസ് വിവരങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഇതിനൊന്നും തന്നെ ലഭിച്ചിരിക്കുന്നു എന്നുള്ള സൂചനകൾ ലഭിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ആഴ്ചയിൽ തന്നെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള വിവിധ പ്രോസസ്സുകളുണ്ട്. ആ പ്രോസസ്സുകൾ കഴിയുന്ന മുറയ്ക്ക് തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം VV രാജേഷിന്, മേയർക്ക്, തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർക്ക്, BJP മേയർക്ക്, മേയർക്ക് Y കാറ്റഗറി സുരക്ഷ അനുവദിക്കാനുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. Y കാറ്റഗറിയോ അല്ലെങ്കിൽ Y+ കാറ്റഗറി സുരക്ഷയോ അനുവദിക്കാനുള്ള സാധ്യതയാണ് ഉണ്ടാകുന്നത്. ഈ Y കാറ്റഗറി, Y+ കാറ്റഗറിയിലേക്കോ അത് CSFO, CRPF ഉൾപ്പെടെയുള്ള സുരക്ഷാ ഭടന്മാരെയായിരിക്കും ഇതിലേക്ക് ഉണ്ടാകുക. അങ്ങനെയാണെങ്കിൽ കരിമ്പൂച്ചകളുടെ ഇടയിൽ നിൽക്കുന്ന VV രാജേഷിനെയായിരിക്കും ഇനി വരും ദിവസങ്ങളിൽ കേരളം കാണാൻ പോകുന്നത്. അടുത്ത് വെറുതെ ചൊറിയാൻ നിന്നാൽ വലിയ മാന്തൽ ഉണ്ടാക്കാൻ വേണ്ടി നിന്നു കഴിഞ്ഞാൽ ഈ കരിമ്പൂച്ചകളുടെ കയ്യിലിരിക്കുന്ന തോക്കുകൾ ഇനി പ്രവർത്തിച്ചു തുടങ്ങുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. എന്തായാലും കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയവും ആഭ്യന്തര മന്ത്രാലയവും ഒപ്പം തന്നെ കേന്ദ്ര BJP നേതൃത്വവും എല്ലാം തന്നെ VV രാജേഷിനെതിരെ നടന്നിട്ടുള്ള ഈ ആക്രമണത്തെ ഒരു ചെറിയ സംഭവമായി, നിസ്സാര സംഭവമായി കണ്ട് തള്ളിക്കളയാൻ എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഈ തിരുവനന്തപുരത്തെ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കളെ എല്ലാം തന്നെ ലക്ഷ്യമിട്ടുകൊണ്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് CPMൻ്റെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെയും പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതും കേന്ദ്ര നേതൃത്വം നിരീക്ഷിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
CPMകാരെ വളരെ വർഷങ്ങളായി കയ്യിൽ കൊണ്ടു നടന്ന് 10-40 വർഷമായി അവിടെ പിരിച്ചിരുന്ന ഹുണ്ടിക പിരിവ് പോലെ അല്ലെങ്കിൽ മഫ്ത പിരിവ് പോലെ ഇത്തരത്തിൽ ഈ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ കണ്ടിട്ടുള്ള ഇത്തരത്തിലുള്ള പിരിവുകളുണ്ട്. ഗുണ്ടകളെ വെച്ചുകൊണ്ടുള്ള അത്തരത്തിലുള്ള പിരിവുകൾ നടന്നിരുന്ന ഒട്ടേറെ സംഭവങ്ങളുണ്ട്. അവിടെ വാഹനങ്ങളുടെ പാർക്കിങ്ങിന് പേരിലുള്ള പിരിവുകൾ, അവിടെ അനധികൃതമായി വഴിയോര കച്ചവടങ്ങൾ നടത്തിയിട്ടുള്ള പിരിവുകൾ, അവിടെ കടമുറികൾ ലേലത്തിനെടുത്ത് അത് കുറഞ്ഞ വിലയ്ക്ക് ലേലത്തിനെടുത്ത് വലിയ 10-20 ഇരട്ടി അല്ലെങ്കിൽ 50 ഇരട്ടി വിലയ്ക്ക് മറിച്ചു കൊടുക്കുന്ന തരത്തിലുള്ള കുത്തകകളുണ്ട്. ഇത്തരത്തിലുള്ള കുത്തകകളെ മാഫിയകളെയും നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ സ്ക്രൂട്ടിനി നടത്തുന്നതിൻ്റെ ഭാഗമായി അവിടുത്തെ കടമുറികൾ ലേലം കൊടുത്തത് ഏത് തരത്തിലാണ്, ഏതൊക്കെ പൈസയ്ക്കാണ്, ഇതിൻ്റെ കാലാവധികൾ പൂർത്തീകരിച്ചോ എന്ന തരത്തിലുള്ള വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള നിരീക്ഷണം അക്കോഡിക്ക് നടത്തുക അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരിശോധനകൾ നടത്തുക എന്നുള്ളത് വി രാജേഷ് വളരെ കൃത്യമായി തന്നെ തീരുമാനിച്ചിട്ടുള്ളതാണ്, അത് പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. അത്തരമുള്ള സയൻറ്റിഫിക് പരിശോധനകൾ നടത്തുന്ന ഘട്ടത്തിൽ CPMൻ്റെ കൂടുതൽ നേതാക്കൾക്ക് ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള അവിടെ ജോയി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെല്ലാം തന്നെ വലിയ തരത്തിലുള്ള വിലങ്ങ് വീഴും. അല്ലെങ്കിൽ ഇനി അവരുടെ വാസമെല്ലാം തന്നെ കാരാഗ്രഹത്തിലേക്ക് പൂർണ്ണമായും പൂജപ്പുര സെൻട്രൽ ജയിലിൽ അവർക്ക് CPMൻ്റെ ജില്ലാ കമ്മിറ്റി കൂടാൻ പറ്റുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ പൂജപ്പുര ഏരിയ കമ്മിറ്റിയോ മറ്റ് ഏരിയ കമ്മിറ്റികളോ ഈ പറയുന്ന പാളയം ഏരിയ കമ്മിറ്റിയൊക്കെ ഈ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് കൂടാൻ പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളത് തന്നെ CPM വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് CPM ഇത്തരത്തിലുള്ള വി രാജേഷിനെതിരെയുള്ള ആക്രമണങ്ങൾ നടത്തുന്നത്. എന്തായാലും വി രാജേഷിനെതിരെയുള്ള നടന്നുള്ള അക്രമം കേന്ദ്ര ആഭ്യന്തര മന്ത്രിയും കേന്ദ്ര BJP ദേശീയ നേതൃത്വവും ചെറുതായി കാണുന്നില്ല. അതിന് വലിയ വില തന്നെ CPMന് കൊടുക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന സൂചനകൾ.